ഭാരതാംബ വിവാദത്തിൽ സംസ്ഥാന സർക്കാരുമായി പോരിനുറച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. വിദ്യാഭ്യാസ മന്ത്രി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. വിഷയം ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നയിച്ചതുകൊണ്ടാണ് കത്തയക്കുന്നതെന്ന് ഗവർണർ വ്യക്തമാക്കി. വിവരങ്ങൾ അമൽ തേനമ്പറമ്പിൽ നൽകും. അമൽ, നേരത്തെ തന്നെ ഈ ഭാരതാംബ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കി സർക്കാർ തന്നെ, മുഖ്യമന്ത്രി തന്നെ ഗവർണർക്ക് കത്തയച്ചിരുന്നു. ഇപ്പോഴത്തെ ഗവർണറുടെ ഭാഗത്ത് മറുപടി എന്നോളം വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വിമർശനവുമായി കത്ത് വന്നിരിക്കുകയാണ്. കത്തിന്റെ ഉള്ളടക്കം എന്താണ്? സർക്കാരുമായി പറഞ്ഞതുപോലെ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ് ഗവർണർ. അതായത് കഴിഞ്ഞ കാര്യങ്ങൾ അങ്ങ് കടന്നു പോകട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലല്ല, കൃത്യമായി തന്നെ അതിൽ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ പറ്റുമോ അതെല്ലാം എടുത്ത് കൈകാര്യം ചെയ്യുകയാണ്. വി ശിവൻകുട്ടി സ്കൗട്ട് ആൻഡ് ഗൈഡ് പരിപാടിയിൽ നിന്നും ബഹിഷ്കരിച്ച് ഇറങ്ങി പോകുന്ന വിഷയത്തിൽ എന്താണ് ശരിക്കും ഉണ്ടായത് എന്ന കാര്യം, അല്ലെങ്കിൽ എന്താണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായ വീഴ്ച എന്നറിയാനൊരു നിയമപരിശോധനയൊക്കെ നടത്തിയിരുന്നു. അതിൽ കിട്ടിയ നിയമോപദേശം എന്ന് പറയുന്നത് വി ശിവൻകുട്ടി ഗുരുതരമായ ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത്, പ്രോട്ടോകോൾ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനായിട്ടുള്ള ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നും പരിപാടിക്ക് വൈകി എത്തുക എന്നത് മാത്രമല്ല, ആ പരിപാടിക്ക് എത്തുമ്പോൾ ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ട് എന്നറിഞ്ഞ് ആ പരിപാടിയിൽ ഒരു എഴുതി തയ്യാറാക്കിയ പ്രസംഗവുമായാണ് എത്തിയത്. ആ പരിപാടിയിൽ വിമർശനം ഉന്നയിക്കുക എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചാണ് മന്ത്രി എത്തിയത്. അതടക്കം ഈ പ്രോട്ടോകോൾ ലംഘനമാണ്. മാത്രമല്ല, ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ പരിപാടി തീരുമ്പോൾ ബഹിഷ്കരിച്ച് ഇറങ്ങി പോവുകയും ചെയ്തു. അതും ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനത്തിൻ്റെ കീഴിൽ വരുന്നതാണ് എന്നുള്ളതാണ് ഗവർണർക്ക് കിട്ടിയ നിയമോപദേശം. ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാരിന് ഒരു കത്തയച്ചിരിക്കുന്നത്, മുഖ്യമന്ത്രിക്ക് തന്നെ കത്തയച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഉള്ളടക്കം എന്ന് പറയുന്നത് മന്ത്രി നടത്തിയത് ചട്ടലംഘനമാണ്. മാത്രമല്ല, ഭാരതാംബ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രതീകമായല്ല നമ്മൾ കണ്ടുവരുന്നത്. അതിനാൽ തന്നെ ഒരു മന്ത്രിക്ക് അതിലങ്ങനെ പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ല എന്ന കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, അതിനുശേഷം പിന്നീട് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗവർണർ പുറത്തേക്ക് ഇറങ്ങി നടത്തുന്ന പരിപാടികളിലെല്ലാം വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു കത്ത് എഴുതേണ്ടി വന്നത് എന്ന കാര്യമാണ് ഗവർണർ പറഞ്ഞു വെക്കുന്നത്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയാണോ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയത്, അതിന് സമാനമായി തന്നെയുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ് ഇപ്പോഴത്തെ ഗവർണറും. സർക്കാർ ഈ വിഷയത്തിൽ ഇന്ന് മറുപടിയാകും ഗവർണർക്ക് നൽകുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ശരിയാണ്.